നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഓരോ ദിവസവും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്ന് സമാധാനവും സൗഖ്യവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ പകർന്നു തന്ന് ദൈവം നമ്മെ ശ്രേഷ്ഠതയുടെ വഴികളിലൂടെ നടത്തുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശനം നൽകിയ തിരുവചനത്തിലേക്ക് കടന്നു വരികയാണ്. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം അതിൻ്റെ 8 വാക്യം. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. അവൻ എന്നെ ഫറവോന് പിതാവും അവൻ്റെ ഗ്രഹത്തിനൊക്കെയും യജമാനനും മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്ത് നാം പരിശോധിച്ചാൽ ദൈവം താഴ്ത്തിയ 2 വ്യക്തികളുണ്ട്. അതിലൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാണ്. പിതാവായ ദൈവം പുത്രനെ ഏറ്റവും താഴ്ത്തി ക്രൂശിലെ മരണത്തോളം കർത്താവ് അനുസരണമുള്ളവനായിരുന്നു. തന്നെ താഴ്ത്തി വായി തുറക്കാതെ ഇരുന്നു. ആ കർത്താവ് കൊല്ലുവാൻ കൊണ്ടുപോകുന്നവരുടെ മുൻപിൽ മിണ്ടാതെ ഇരിക്കുന്ന കുഞ്ഞാടായിരുന്നു. തനിക്ക് സംരക്ഷണത്തിനു വേണ്ടി 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ ആവശ്യപ്പെടാമായിരുന്നു. എന്നാൽ പിതാവായ ദൈവം താഴ്ത്തിയപ്പോൾ വിഘടിക്കാതെ സ്വയം കർത്താവ് അതിന് വിധേയപ്പെടുത്തി കൊടുക്കുവാനായിട്ടിടയായി. മറ്റൊരു വ്യക്തിയാണ് പഴയ നിയമത്തിലെ യോസഫ് എന്ന് പറയുന്നത്. എനിക്ക് തിരുവെഴുത്തിൽ ഏറ്റവും അധികം ഇഷ്ടമുള്ള വ്യക്തികൾ ഒന്ന് യേശുക്രിസ്തു കഴിഞ്ഞാൽ യോസഫാണ്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ ജീവിതാനുഭവത്തോട് പലതും ചേർന്ന് വരുമ്പോൾ നമ്മൾ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുകയാണ്. ഇവിടെ യോസഫ് മിസ്രയീം പ്രധാനമന്ത്രി പദത്തിലിരിക്കുമ്പോൾ 22 വർഷങ്ങൾക്ക് ശേഷമാണ് തൻ്റെ സഹോദരങ്ങളെ താൻ വീണ്ടും കാണുന്നത്. 17 വയസ്സിൽ വീട് വിട്ട് തനിക്ക് പോകേണ്ടതായി വരികയാണ്. ദീർഘമായ വർഷങ്ങൾ, 13ഓളം വർഷങ്ങൾ അദ്ദേഹം കാരാഗൃഹത്തിലും പോത്തിഫേറിൻ്റെ ഭവനത്തിലുമൊക്കെയായി സമയം ചെലവഴിക്കേണ്ടി വന്നു. ദുരിതപൂർണമായ ജീവിതം. 30 വയസ്സിലാണ് ഫറവോൻ ആളയച്ച് യോസഫിനെ വരുത്തുന്നത്. തുടർന്നുള്ള 7 വർഷങ്ങൾ സുഭിക്ഷതയുടെ കാലഘട്ടങ്ങളാണ്. അപ്പോൾ 17 വയസ്സിൽ വീട് വിടുന്നു, 30 വയസ്സിൽ ഫറവോൻ്റെ മുൻപിൽ നിൽക്കുന്നു. അപ്പോൾ 13 വർഷം. അതിനുശേഷം 7 വർഷം, അപ്പോൾ 20 വർഷം. അതിനെ തുടർന്ന് ഈ 45 അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ യോസഫിൻ്റെ സഹോദരന്മാർ ക്ഷാമം ആരംഭിച്ച് 2 വർഷം കഴിഞ്ഞാണ് യോസഫിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് താൻ വീട് വിട്ട് പോകേണ്ടി വന്നതിന് ശേഷം 22 വർഷങ്ങൾക്ക് ശേഷമാണ് യോസഫ് വീണ്ടും സഹോദരന്മാരെ കാണുന്നത്. ഒരിക്കൽ പോലും ഈ യോസഫിനെ അന്വേഷിച്ച് തൻ്റെ സഹോദരന്മാർ പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. ഇനിയും തങ്ങൾ നടത്തിയെടുത്ത ഈ കാര്യം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അപ്പനോട് പറയാനോ അല്ലെങ്കിൽ അവർ തന്നെ പറയാനോ അതിനൊരു പരിഹാരം കണ്ടെത്താനോ അവർ ശ്രമിച്ചതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവരുടെ ഹൃദയം അത്രമാത്രം കടുത്തതായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വഴിയിലൂടെ യോസഫ് സഞ്ചരിക്കുകയും വർഷങ്ങൾക്ക് ശേഷം ഫറവോൻ്റെ മുൻപിൽ യോസഫ് ദൈവത്താൽ ഉയർത്തപ്പെട്ടതായ വേളയിൽ തൻ്റെ സഹോദരന്മാർ യോസഫിൻ്റെ അരികിലേക്ക് യോസഫാണെന്നറിയാതെ കടന്നു വന്നതായ വേളയിൽ തന്നെത്താൻ യോസഫ് അവരുടെ മുൻപിൽ വെളിപ്പെടുത്തി. നിങ്ങൾ വിറ്റുകളഞ്ഞ യോസഫാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഭ്രമിച്ചുപോയി. അവർക്കൊരു ഉത്തരവും പറയുവാനായിട്ട് കഴിയുമായിരുന്നില്ല. യോസഫ് താൻ ആരായിരിക്കുന്നു എന്നും ഒക്കെ അവരുടെ മുൻപിൽ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ യോസഫ് അവിടെ വരുവാനുള്ള കാരണം, അല്ലെങ്കിൽ യോസഫ് വീട് വിട്ട് 22 വർഷങ്ങൾ ഉഴലുവാനുള്ള കാരണം ഈ സഹോദരന്മാരാണ്. എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ദൈവമാണെന്ന് മനസ്സിലാക്കിയ ആ ഭക്തൻ പറയുകയാണ്, ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. നമ്മുടെ ജീവിതത്തിൽ താഴ്ചകൾ സംഭവിക്കും. എല്ലായ്പ്പോഴും ഉയർച്ചകൾ മാത്രമല്ല, ക്രിസ്തീയ ജീവിതത്തിൽ താഴ്ചകൾ സംഭവിക്കും. ആ താഴ്ചയ്ക്ക് കാരണക്കാരായ വ്യക്തികൾ കണ്ടേക്കാം.
എന്നാൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച താഴ്ചയുടെ പുറകിലും ദൈവം തന്നെയാണ് എന്ന് നാം ഉറക്കെ വിശ്വസിക്കുകയും ഉറച്ചു പറയുകയും ചെയ്താൽ നമ്മുടെ ഉയർച്ചയ്ക്കും കാരണക്കാരൻ ദൈവം തന്നെയായിരിക്കും. ഈ യോസഫിൻ്റെ താഴ്ചയ്ക്ക് കാരണക്കാർ അവൻ്റെ സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങൾ മാത്രമായിരുന്നുവെങ്കിൽ അവൻ ആ പൊട്ടക്കുഴി കൊണ്ടോ കാരാഗ്രഹം കൊണ്ടോ തൻ്റെ ലൈഫ് തീർത്തേനെ. എന്നാൽ യോസഫിൻ്റെ ജീവിതത്തിൻ്റെ ഒരു തലമുടി താഴെ വീഴുന്നത് ദൈവം അറിയാതെയല്ല എന്ന് മനസ്സിലാക്കിയ ആ ഭക്തൻ പറയുകയാണ്, ഞാനിവിടെ വിൽക്കപ്പെടാൻ കാരണം നിങ്ങളല്ല, ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കയ്പും പകയും വിദ്വേഷങ്ങളും ഉണ്ടാകാൻ കാരണം നമ്മുടെ അവസരങ്ങൾ തട്ടിമാറ്റുകയും നമ്മെ തകർക്കുന്നതിനു വേണ്ടി ഗൂഢാലോചനകൾ നടത്തുകയും അർഹതപ്പെട്ടത് അനുവദിക്കാതെ തടയുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ എല്ലായിടത്തുമുണ്ട്, എല്ലാ കാലത്തുമുണ്ട്, എല്ലായ്പ്പോഴുമുണ്ട്. എന്നാൽ അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കരമാണ്. ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെ ഉണ്ട് എന്ന് യോസഫ് മനസ്സിലാക്കിയ ഭക്തൻ പറയുന്നു, ആ കരം താഴ്ത്താൻ മാത്രമല്ല, ആ താഴ്ത്തിയ കരം എന്നെ ഏറ്റവും ഉയർത്തുവാനായിട്ട് ഇടയായി. എന്നെ ഇന്ന് രാവിലെ ശ്രദ്ധിക്കുന്നതായ പ്രിയപ്പെട്ടവരെ, ദൈവമാണ് താഴ്ചയുടെ പുറകിലെങ്കിൽ ആ താഴ്ചയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഉയർച്ചയുടെ പുറകിലും ദൈവത്തിൻ്റെ കരം തന്നെ പ്രവർത്തിക്കും. താഴ്ചയുടെ പിന്നിൽ ദൈവത്തിൻ്റെ കരം കണ്ടാൽ ഉയർച്ചയുടെ പിന്നിലും ദൈവകരം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ യോസഫ് പറയുകയാണ്, ദൈവമാണ് എന്നെ ഇവിടെ അയച്ചത്. അയച്ച ദൈവം ചെയ്ത കാര്യം എന്താ? അവൻ എന്നെ ഫറവോന് പിതാവും അവൻ്റെ ഗ്രഹത്തിനൊക്കെയും യജമാനനും മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു. നിങ്ങൾ അനുഭവിച്ച സ്വകാര്യ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, ഒരുപക്ഷേ അറിയാവുന്ന വ്യക്തികൾ അസൂയ നിമിത്തം, പക നിമിത്തം നിങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞാലും ആ ഒരൊറ്റ സംഭവം കൊണ്ട് നിങ്ങളുടെ ലൈഫ് തീരില്ല. പ്രിയപ്പെട്ടവരെ, അതിനകത്ത് ദൈവത്തിൻ്റെ കരം നമുക്ക് ദർശിക്കാം. ആ കരം നിങ്ങളെ ആക്കേണ്ട ഇടങ്ങളിലാക്കും. അത് ബലമുള്ള കരമാണ്, അത് ഉയർത്തുന്ന കരമാണ്, അത് മീതെ പിടിക്കുന്ന കരമാണ്. ആ കരം ഒരാളെ താഴ്ത്തിയാൽ ആ കരം ഉയർത്തുന്ന കരമാണ്. ദൈവത്തിൻ്റെ കരമാണ് നമ്മെ താഴ്ത്തിയെങ്കിൽ ആ ദൈവത്തിൻ്റെ കരം നമ്മെ ഉയർത്തും. വെറും ഉയർത്തലല്ല, ഏറ്റവും ലൈഫിൽ എത്രയും ഉയർത്താമോ അത്രയും നമ്മെ ഉയർത്തുന്ന കരത്തിലാണ് നമ്മൾ അമർന്നിരിക്കുന്നത്. ശാന്തമായി ഏതെങ്കിലും താഴ്ചകളോ വേദനകളോ ദുഃഖങ്ങളോ ഈ ഒറ്റ സംഭവം കൊണ്ടല്ല ലൈഫ് തീരും എന്ന് ചിന്തിക്കുന്ന കെടുതികളോ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്നെങ്കിൽ പതറരുത്. ഉയർത്തുന്ന കരം കൂടെയുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.